ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു FX ടോക്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് ഓപ്പണിങ്, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവല് എത്ര ടൈം എടുത്ത് വിഡ്രോവൽസ് ആകുന്നുണ്ട്, അത് എത്ര ടൈം എടുത്ത് ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്, എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് UPI ഡെപ്പോസിറ്റ് എല്ലാം ഓൾമോസ്റ്റ് $30 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ റേറ്ററിൽ നമുക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾമോസ്റ്റ് $30 ഉണ്ടെങ്കിൽ UPI വഴി തന്നെ ഡെപ്പോസിറ്റും വിഡ്രോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇതിന്റെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത 1997 തൊട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിനുശേഷം ഒരുപാട് രജിസ്ട്രേഷൻസും കാര്യങ്ങളിലും അണ്ടറിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻസ് നമുക്ക് ഫസ്റ്റിൽ പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏറ്റവും താഴെ പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങും അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്കെല്ലാം വന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ കോർപ്പറേറ്റിന്റെ ഒരു ഏരിയയിൽ റെഗുലേഷൻസ് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയാസിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. 5ഓളം വരുന്ന ലൈസൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ആണ് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന്റെ ലൈസൻസ് നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റ് സൈറ്റുകളിലേക്ക് പോയിട്ട് ലൈസൻസിന്റെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 2017 ആ ഒരു ടൈമിലാണ് യുണൈറ്റഡ് അറബ് ഈ ഒരു CMA എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് എല്ലാം ആയിട്ട് ഇവർ കണക്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലാത്ത റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എപ്പോഴും ഞാൻ പറയാനുള്ളത് റെഗുലേഷൻസിന്റെ കാര്യത്തിൽ ഫോറക്സ് ബ്രോക്കർ, അതായത് CFD ബ്രോക്കർ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ലീഗലി അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും ട്രേഡും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും അല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫെമയുടെ റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ MT4 ആൻഡ് MT5 അവൈലബിൾ ആണ്. ഞാൻ ഹോമിലേക്ക് പോവാം. ഓക്കെ, MT4ഉം MT5 നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആണ്. ഇവിടെ കൊളാബറേഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. കമ്മോഡിറ്റീസ്, ഇൻഡസ്ട്രീസ്, ഫോറക്സ്, ETF, മെറ്റൽസ്, ഷെയർസ്, ഇതിലെല്ലാം നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നുണ്ടാകും ഫോറക്സിലായിരിക്കും. അതേപോലെ ഗോൾഡ്, മെറ്റൽസിലായിരിക്കും ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, താഴെ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓപ്പൺ ലൈവ് അക്കൗണ്ട്, ഓപ്പൺ ഡെമോ അക്കൗണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇതിലെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് XNSന്റെ എല്ലാം ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന വെബ് ടെർമിനൽ. വളരെ കൂൾ ആയിട്ട് നമുക്ക് ബൈ ആൻഡ് സെല്ലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും നെക്സ്റ്റ് വരുന്ന വീഡിയോ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. ഇതിൽ തന്നെ ആഡ് ചെയ്യലാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആകുന്നുണ്ടാവും. അതേപോലെ MT4, MT5 ഇവിടെ കാണാൻ വേണ്ടി പറ്റും. MT4, MT5 ഇപ്പം വെബ് ട്രേഡർ പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ട്രേഡിംഗ് കാര്യങ്ങൾ എടുക്കാന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് രണ്ട് അക്കൗണ്ട് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ECN അക്കൗണ്ട് ആണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ എത്രയാണ് പിപ്പ് ആവറേജ് ആയിട്ട് വരുന്നത്. ഇത് ഫ്ലോട്ടിംഗ് ആണ് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ECN അക്കൗണ്ട് ആണ്. ECN അക്കൗണ്ടിൽ നോർമലി സ്പ്രെഡും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ നമുക്ക് കമ്മീഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർ ലോട്ട് $7 വരെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്കാൽപ് ചെയ്യുന്നവരെല്ലാം ECN അക്കൗണ്ട് ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ഈ ഒരു പെർ ലോട്ടിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവില്ല. നേരെ മറിച്ച് ഒരു സ്പ്രെഡ് വഴിയായിരിക്കും നമ്മുടെ ആ ഒരു ബ്രോക്കറേജും കാര്യങ്ങളും കട്ടാവുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ ലിവറേജിന്റെ കാര്യം പറയലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1:1000 ആണ് ലിവറേജും കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാം. താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രോക്കറാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ വികരമാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചോദിക്കുന്നതാണ് മിനിമം ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാം, ഏത് ബ്രോക്കർ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു പരിധി കൂടുതൽ ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി നോക്കുക മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സിൽ. ഓക്കെ, അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ട് ഉണ്ടാകുക നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ റെഗുലേഷൻസോ അതേപോലെ തന്നെ ഒരു കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓരോ ബ്രോക്കറിന്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങളൊരു ഫോറക്സ് ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ റിസ്ക് അവിടെ പുട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ റെഗുലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഓക്കെ,
അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആധാർ കാർഡ് അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡെപ്പോസിറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിഡ്രോയിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിഡ്രോയിലിന്റെ സ്പീഡും കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിലേക്ക് പോയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് റൈഡറിന്റെ ഈ ഒരു ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് നമ്മൾ ലോഗിനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൺട്രീസും അതേപോലെ വെരിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കൺട്രി ചോദിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കേരള ചൂസ് ചെയ്യാം. അവിടെ ഒരു നമ്മുടെ മെയിൽ ഐ ഡി ചൂസ് ചെയ്യാണ്ട് മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം സെൻഡ് കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഡൗൺ സൈഡിലുള്ള ആ 2 കോളുകൾ ടിക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ താഴെ ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. ഐ ആം നോട്ട് എ US റെസിഡൻറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഐ ആം എഗ്രി ടു സ്റ്റാർട്ട് ട്രേഡർ യൂസിങ് മൈ ഡാറ്റ ഫോർ പ്രൊഡക്റ്റ് സർവീസ് ഇൻഫോർമേഷൻ, ആ ഒരു ഏരിയയും കൂടി കോളത്തിൽ ടിക്ക് ഇടുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ സെൻഡ് കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ ഏതാണോ മെയിൽ ഐ ഡി കൊടുത്തുള്ള ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് OTP പോകുന്നുണ്ടാകും. ആ ഒരു OTP ഇവിടെ വന്നതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, കുറച്ച് വെരിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഞാൻ അവിടെ എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചൂസ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് മെറ്റാട്രേഡർ 5 യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റാർ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കറൻറ്റ്ലി ഉള്ള മെറ്റാട്രേഡർ 5 തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, റോ ഉണ്ട്, സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ റോ ECN ഉണ്ട്, സെൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, സെൻ സ്വാപ്പ് ഫ്രീ ഉണ്ട്. ഒരുപാട് ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ECN അക്കൗണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ECN അക്കൗണ്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബ്രോക്കറേജ് ആയിരിക്കും, അതായത് കമ്മീഷൻ ആയിരിക്കും കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാകുക, സ്പ്രെഡ് അല്ല ഉണ്ടാകുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ചൂസ് അക്കൗണ്ട് കറൻസി ഞാൻ USD ആണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് ശേഷമായിട്ട് താഴെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് താഴോട്ട് പോയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാവും. ഈ ഒരു ID വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ID വെരിഫിക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷനിലും കറക്റ്റ് ആണോ ചോദിക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട എന്താണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. പാൻ ആണെങ്കിൽ പാന്, വോട്ടർ ID, റെസിഡൻസ് പെർമിറ്റ്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ആധാർ കാർഡ് ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ID കാർഡ് കൊടുത്തിട്ട് അത് റിജക്റ്റ് ആയാലാണെന്നുണ്ടെങ്കിൽ മറ്റോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എക്സാമ്പിളായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ കൊടുത്തു, അത് റിജക്റ്റ് ആയാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻ കേസ് അതും കൂടി റിജക്റ്റ് ആയാലാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഇല്ല, അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ആധാർ കാർഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കേണ്ടത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വെരിഫൈയിങ് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കും. ഇൻ കേസ് റിജക്റ്റ് ആയാലാണെന്നുണ്ടെങ്കിലും അപ്രൂവ് ആയാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെരിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആധാർ കാർഡ് കൊടുത്തു, ഫ്രണ്ടും ബാക്കും കൊടുത്തു, പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് റൈഡിന്ന് മെസ്സേജും കാര്യങ്ങളും മെയിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നേരെ ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് സ്റ്റാർട്ട് റൈഡിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിവിടെ സ്റ്റാർട്ട് റൈഡിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്.
ഇവിടെ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്റ്റാർ ട്രേഡർ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗെറ്റ് കൊടുക്കുന്നുണ്ട്, അതിന് ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന് ശേഷം ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സൈൻ അപ്പ് ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ കറക്റ്റായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് OTP വിയ SMS എന്നുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ ചോദിച്ച സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൽ ID ഓർമ്മയുണ്ടാണ്, മെയിൽ IDയിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു മെയിൽ ID കൊടുക്കാം, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. മെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വെരിഫിക്കേഷൻ OTP നമ്മുടെ മെയിൽ IDയിലേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ അത് കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫോൺ നമ്പറും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വെരിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വെരിഫിക്കേഷൻ കൊടുക്കാം. നമുക്ക് മൊബൈലിലേക്ക് ഒരു OTP വരുന്നുണ്ടാകും, അതവിടെ കൊടുക്കാം. വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ആയിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു ലൈവ് എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ലൈവ് അക്കൗണ്ട് നല്ല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പുതിയ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ സബ്മിറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് തിങ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാച്ച് ലിസ്റ്റ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, കറൻസി പേരുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, കമോഡിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇൻഡസ്ട്രീസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, മെറ്റൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ ട്രേഡേഴ്സ് എന്നുള്ള ഈ ഒരു ഏരിയാസിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് പ്ലേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഫേവറേറ്റിലേക്ക് ഇട്ടിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്കവർ എന്നുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാം, ഒരു അനാലിസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫീച്ചറായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ് നമുക്കിവിടെ പ്രൊമോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് വഴി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയാസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ $100 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ $50 എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് ട്രേഡബിൾ ആയിരിക്കും, ഒരിക്കലും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതേപോലെ നെക്സ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20% നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതായത് 100 ഡെപ്പോസിറ്റ് ചെയ്തു, നെക്സ്റ്റ് വീണ്ടും നിങ്ങൾ 100 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 20% നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, $20 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ക്യാപിറ്റൽ ബേസ് നിങ്ങളത് ആലോചിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഉണ്ട് ഇവിടെ, പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളതാണ്. പ്രൊഫൈൽ ഏരിയാസിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, വെരിഫൈഡ് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊഫൈൽ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ ഡെപ്പോസിറ്റ്, ട്രാൻസ്ഫർ, വിഡ്രോവൽ, ഫണ്ട്സ്, അതേപോലെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ ഹോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയാസ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രേഡിങ് കാര്യങ്ങൾ നമുക്ക് എടുക്കുന്നത് ജസ്റ്റ് ആ ഒരു ഡെപ്പോസിറ്റിന് ശേഷം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ ഒരു അക്കൗണ്ട് നോക്കുക, നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകുക. അതേപോലെ നിങ്ങൾക്ക് MT5 ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ആ ഒരു അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മെയിൽ IDയിലേക്ക് നമ്മുടെ പാസ്വേഡും അതേപോലെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. MT5 ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ബേസ് ആയിട്ട് നിങ്ങൾക്ക് MT5 ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് $13 ആണ്. നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, ഇവിടെ $30 ഉണ്ട്, $30 കൊടുക്കുന്നുണ്ട്. ഇവിടെ അപ്ലൈ കൂപ്പൺ കോഡ് ഉണ്ട്, നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയിട്ട് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഞാനിവിടെ മിനിമം ഡെപ്പോസിറ്റ് ആയിട്ട് 30 കൊടുക്കുന്നുണ്ട്, അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. USDT ബേസ് ചെയ്തിട്ടുണ്ട്, ERC20 ഉണ്ട്, TRC20 ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്രിപ്റ്റോ മെത്തേഡ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ ഏരിയയിലേക്ക് പോക്കാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. UPIയുടെ 2 ഓപ്ഷൻസ് ലോക്ക്ഡ് ആണ്.
ബട്ട് ഇവിടെ UPI സെക്കൻഡറി പറഞ്ഞിട്ട് നോ ഫീസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് UPI വഴി നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറിൽ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഇന്ന് UPI ബേസ് ചെയ്തിട്ടാണ് ആ ഒരു $30 മിനിമം ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്ത് നോക്കുന്നുണ്ടാകാം. ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ വാലറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് UPI ബേസ് ചെയ്തിട്ട് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. UPIയുടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബേസിക്കായുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളും ഡൗൺ സൈഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 95.21 റുപ്പീസിനാണ് നമ്മൾ ആ ഒരു $13 എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഇവിടെ പേ നൗ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നുണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എത്രയാണ് രൂപ പേ ചെയ്യേണ്ടത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. INR 2856 രൂപയാണ് പേ ചെയ്യേണ്ടത്. INR പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് UPI ID കോപ്പി ചെയ്തതിന് ശേഷം അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് വഴി ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു QR കോഡ് സ്ക്രീൻഷോട്ട് എടുക്കും, അതേപോലെ എൻ്റെ സിസ്റ്റത്തിലേക്ക് അയക്കുന്നുണ്ടാവും. അവിടെ ഞാൻ സ്കാൻ ചെയ്തിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവുക. നിങ്ങൾ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, അതായത് ഗൂഗിൾ പേയിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അവിടെ എറേഴ്സ് കാണാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ചെയ്യുന്ന പോലെ ഒന്നെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മൊബൈലിലേക്കോ ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾ Paytm ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു UTR നമ്പർ ഉണ്ടാവും. ആ ഒരു UTR നമ്പർ ഡൗൺ സൈഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ പേ വഴി. അതിനുശേഷം ആ ഒരു UTR നമ്പർ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓൾറെഡി എനിക്ക് സക്സസ്ഫുൾ ആയത് മറ്റു മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കൺഫേം കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡെപ്പോസിറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു $13 നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ട്രേഡും കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ EURUSD ഏതെങ്കിലും കറൻസി പെയർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ബൈ 0.001 ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മളൊരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഡൗൺ സൈഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് MT5 ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു പോർഷൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുള്ള ഏരിയ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനൊന്ന് 5 മിനിറ്റ്സിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അയ്യോ നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പോയിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. SL എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, SL ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ TP വെക്കണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് TP വെക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി ട്രേഡ് എടുത്തതേ ഉള്ളൂ. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാകുക MT5ൻ്റെ പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബൈ ആൻഡ് സെല്ലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ട് ട്രേഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് എങ്ങനെ SLും TP എല്ലാം വെക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് TPയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം വെക്കാൻ വേണ്ടി പറ്റും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് MT5ൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് ആ രീതി ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ മുകളിലത്തെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഓർഡേഴ്സിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കറണ്ടിൽ എടുത്ത ട്രേഡും കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് റണ്ണിങ് ആണെന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു ഓർഡർ പൊസിഷൻ സ്ക്വയർ ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് $13.12 നമുക്കിവിടെ ക്ലോസ് ആയിട്ടുണ്ട്. $13 ആയിരുന്നു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. $12 ഇപ്പം ചെറിയൊരു മിനിമൽ പ്രോഫിറ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ള ഓപ്ഷനും കൂടി നോക്കാം. ജസ്റ്റ് ഞാനൊരു EURUSDയിലേക്ക് പോയിട്ട് എങ്ങനെ ബൈ ആൻഡ് സെല്ല് ചെയ്യാന്നുള്ള എക്സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആ ഒരു വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ MT5 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മൊബൈൽ ആപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് MT5 തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അതിനുശേഷം പ്രൊഫൈൽ ഏരിയയിലേക്ക് പോയിട്ട് നമുക്ക് വിഡ്രോൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വിഡ്രോൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് എത്ര ടൈം എടുക്കുന്ന അറിയണമല്ലോ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വിഡ്രോൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ മിനിമൽ വിഡ്രോവൽ എമൗണ്ട് $30 തന്നെ കാണിക്കുന്നത്. ഞാനിവിടെ മാക്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വിഡ്രോവൽ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഏരിയ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഞാൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ ടിക്ക് കൊടുക്കുന്നുണ്ട്.
ഇവിടെ നമുക്ക് വിഡ്രോവൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. വിഡ്രോവൽ ഫ്രം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കറൻസി റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ സബ്മിറ്റ് പോകാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, യുവർ വിഡ്രോവൽ റിക്വസ്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ ആൻഡ് വിൽ പ്രൊസീഡ് 1 or 2 ബിസിനസ് ഡേയ്സ്. നമുക്ക് മെയിലും വന്നിട്ടുണ്ട്. നമുക്ക് മെയിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, നമുക്ക് എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം വിഡ്രോവൽസിന് വേണ്ടിയിട്ട്. വിഡ്രോവൽ സക്സസ്ഫുള്ളി ബാങ്കിലോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ച സമയമാകുന്ന സമയത്തേക്ക് തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് ഒരു 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് വിഡ്രോവൽ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു ദിവസത്തിനകത്ത് തന്നെ നമുക്ക് വിഡ്രോസും കാര്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് സപ്പോർട്ടിലേക്ക് പോയിട്ട് കോൺടാക്റ്റേഴ്സ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളെല്ലാം അയക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ഫണ്ട്സിൻ്റെ ഏരിയാസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തും വിഡ്രോ ചെയ്തെല്ലാം ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ MT5 ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.